ക്രിഷ് ഭഗത് എന്ന 21 വയസ്സുകാരനായ പേസ് ബോളർ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി പന്തെറിയുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ 16ാമത്തെ ഓവറാണ്. ക്രിഷ് ഒരു കിടിലൻ യോർക്കർ തൊടുത്തുവിട്ടു. ഫാസ്റ്റ് ബോളിംഗ് ഇതിഹാസമായ ഡെയ്ൽ സ്റ്റെയിൻ ആ സമയത്ത് കമന്ററി ബോക്സിൽ ഉണ്ടായിരുന്നു. ക്രിഷ് എറിഞ്ഞ പന്തിനെ സ്റ്റെയിൻ ഇപ്രകാരം പ്രശംസിച്ചു: ഇതാണ് ശരിയായ ഡെത്ത് ഓവർ. ബ്ലോക്ക് ഹോളിൽ ലാൻഡ് ചെയ്ത പെർഫെക്റ്റ് യോക്കറാണ് ക്രിഷ് എറിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ കഥയിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ക്രിഷ് ജന്മം കൊടുത്ത മാജിക്കൽ ഡെലിവറി ബൗണ്ടറിയിലേക്ക് കുതിച്ചു. ക്രീസിൽ നിലയുറപ്പിച്ചിരുന്ന ബാറ്റർ ആ ബോളിനെ ഷോർട്ട് തേർഡ്മാനും പോയിന്റിനുമിടയിലൂടെ മൃദുവായി തഴുകിവിട്ടു. ബാറ്റർ ബൗളറോട് നിശബ്ദമായി സംവദിക്കുകയായിരുന്നു. ക്രിഷ് ഉപയോഗിച്ച യോർക്കർ പെർഫെക്റ്റ് ആയിരുന്നു, പക്ഷേ ക്യാപ്പുകൾ കണ്ടെത്താനുള്ള എൻ്റെ സിദ്ധി അതിനേക്കാൾ പെർഫെക്റ്റ് ആണ്. ആ ബാറ്ററുടെ പേരാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ. 54 പന്തുകളിൽ നിന്ന് 101 റൺസാണ് അയാൾ സ്കോർ ചെയ്തത്. ചെന്നൈയുടെ 2ാമത്തെ മികച്ച ടോപ്പ് സ്കോററാണിത്. 22 റൺസ് നേടിയ ഋതുരാജായിരുന്നു ഒറ്റയാൻ പോരാട്ടമെന്ന സംഗതിയുടെ ക്ലാസിക് ഉദാഹരണം. ഹാർദിക് പാണ്ഡ്യയുടെ ഓവറിൽ 3 ബൗണ്ടറിയും 1 സിക്സും അടിച്ചുകൊണ്ടാണ് സഞ്ജു ആക്രമണം ആരംഭിച്ചത്. മുംബൈയുടെ നായകനെ അയാളുടെ സ്വന്തം തട്ടകത്തിൽ വെച്ച് സഞ്ജു കീഴടക്കി. അതൊരു മാനസിക യുദ്ധമായിരുന്നു. ഡെത്ത് ഓവറുകളിൽ പന്ത് കയ്യിലെടുക്കാതെ മാറി നിൽക്കുന്ന ഹാർദിക്കിനെ വൈകാതെ നാം കണ്ടു. ഗുജറാത്ത് ടൈറ്റൻസിനെ തകർത്തെറിഞ്ഞിട്ടായിരുന്നു അശ്വിനികുമാർ പന്തെറിയാനെത്തിയത്. അയാളും സഞ്ജുവിൻ്റെ ടച്ച് ഷോട്ടുകൾക്ക് മുമ്പിൽ ഒട്ടുമടക്കി. ബുംറയ്ക്കെതിരെ സഞ്ജു പായിച്ച ആ സ്ക്യൂപ്പ് ആർക്കെങ്കിലും മറക്കാനാകുമോ? ബുംറ തുടർച്ചയായി ഫുൾ ലെങ്ത് ഡെലിവറികൾ ഉൽപ്പാദിക്കുകയായിരുന്നു. സഞ്ജു ബുംറയുടെ മനസ്സ് വായിച്ചെടുത്ത് ഷോട്ട് കളിച്ചു. 74 വർഷം പഴക്കമുള്ള ഒരു വീരകഥ ഈ അവസരത്തിൽ ഞാൻ ഓർത്തുപോകുകയാണ്. 1952 രഞ്ജി ട്രോഫി ഫൈനലിൽ മുംബൈ മത്സരിച്ചിരുന്നു. അവരുടെ സ്വന്തം മൈതാനമായ ബ്രാബോൺ സ്റ്റേഡിയത്തിൽ വെച്ചാണ് കളി അരങ്ങേറിയത്. അന്ന് മുംബൈയുടെ എതിരാളികളായിരുന്ന ഹോൾക്കർ ടീമിന്റെ തലപ്പത്ത് CK നായിഡു ഉണ്ടായിരുന്നു. ഇന്ത്യൻ ടീമിന്റെ ചരിത്രത്തിലെ ആദ്യ ക്യാപ്റ്റൻ എന്ന ബഹുമതിയുള്ള അതേ നായിഡു. മുംബൈ ബൗളറായിരുന്ന ഡെത്തു പടിക്കർ നായിഡുവിനെതിരെ ഒരു ബൗൺസർ എറിഞ്ഞു. പന്ത് മുഖത്ത് തന്നെ കൊള്ളുകയും നായിഡുവിന് മുൻനിരയിലെ ഏതാനും പല്ലുകൾ നഷ്ടമാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഐസിയാകട്ടെ രക്തത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടു. പക്ഷേ നായിഡു പിൻവാങ്ങാതെ പൊരുതി നിൽക്കുകയായിരുന്നു. ഒടുവിൽ അയാൾ ആ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടി. ഈ ഇന്നിങ്സ് ഒരു മാതൃകയായിരുന്നു. കടുപ്പമേറിയ മുംബൈ മണ്ണിൽ സന്ദർശകനായ ആ ബാറ്റർ എങ്ങനെ അംഗം വെട്ടണമെന്നതിൻ്റെ പ്രധാന മാതൃകയാണത്. മുംബൈ ചെന്നൈ IPL മത്സരം ആരംഭിച്ച് രീതി ശ്രദ്ധിക്കുക. ബുംറ ഋതുരാജിനെതിരെ ഒരു ഷോർട്ട് ബോൾ എറിഞ്ഞു. പന്ത് CSKയുടെ നായകന്റെ ഹെൽമറ്റിലിടിക്കുകയും ഫിസിയോ വന്ന് ടെസ്റ്റ് നടത്തുകയും ചെയ്തു. ബുംറയുടെ ബോൾ ഒരു പ്രസ്താവനയായിരുന്നു. ചെന്നൈ സിംഹക്കൂട്ടിലാണ് അകപ്പെട്ടിരിക്കുന്നതെന്ന പ്രസ്താവന. ഋതുരാജ് ചെറിയ സ്കോറിന് പുറത്താവുകയും ചെയ്തു. പക്ഷേ കാര്യങ്ങൾ നിമിഷനേരം കൊണ്ട് മാറിമറിഞ്ഞു. ബുംറയും പാണ്ഡ്യയും സഞ്ജുവിനെതിരെ എറിഞ്ഞ ഷോർട്ട് ബോളുകൾ ഗാലറിയിലേക്കാണ് പറന്നുയർന്നത്. മുംബൈക്കെതിരെയുള്ള മത്സരത്തിൽ സഞ്ജു ഒറ്റ കടിച്ചു കൂട്ടിയത് 101 റൺസ് ആയിരുന്നു. മുംബൈയുടെ 11 പേർ ഒരുമിച്ച് നേടിയത് 104 റൺസ് മാത്രമാണ്. ഇത് അത്ഭുതകരമായ ഒരു ഇന്നിങ്സാണ്. പാങ്കടയുടെ മധ്യത്തിൽ സഞ്ജു CK നായിഡുവിനെ പോലെ ഗർജിക്കുകയായിരുന്നു. ഈ ലോകത്ത് ഇന്നും ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ നായിഡു സഞ്ജുവിനോട് പറയുമായിരുന്നു: സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ എന്ന പേര് ഇന്ന് വെറും ഒരു ബാറ്റിംഗ് വിസ്മയമല്ല, മറിച്ച് അർപ്പണബോധത്തിൻ്റെ ആൾരൂപമാണ്. 140+ കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞു വരുന്ന പന്തിനെ ലോകം ആദരിക്കുന്ന ഒരു ലെജൻഡറി ബൗളർക്കെതിരെ ക്രീസിൽ ഇത്രയും ആത്മവിശ്വാസത്തോടെ നേരിടുക എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ആ ഷോട്ട് കണ്ടപ്പോൾ തോന്നിപ്പോയി, ക്രിക്കറ്റിനെയും ഓരോ ബൗളറെയും ഇത്രത്തോളം ആഴത്തിൽ പഠിക്കുന്ന മറ്റൊരു താരം ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്ന്. നീ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു ഞാൻ. പണ്ടൊരു മലയാള സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ ഈ ഡയലോഗ് സഞ്ജുവിനോളം ചേരുന്ന മറ്റാരും ഇന്ന് ലോകത്തില്ല. നിർഭാഗ്യവശാൽ ആ സിനിമയുടെ പേരും T20 എന്നായിരുന്നു. ഇന്ന് തൻ്റെ കരിയറിലെ 2ാമത്തെ T20 സെഞ്ചുറി കുറിക്കുമ്പോൾ സഞ്ജു തെളിയിക്കുന്നത് ഞാൻ വെറുമൊരു താരമല്ല, മറിച്ച് സ്പെഷ്യലിസ്റ്റുകളുടെ സ്പെഷ്യലിസ്റ്റാണെന്ന്.
നീലക്കുറിഞ്ഞിയെന്നും സ്ഥിരതയില്ലാത്തവനെന്നും എന്ന് വിളിച്ചു പരിഹസിച്ചവർക്ക് മുമ്പിൽ തല ഉയർത്തി തന്നെ ഇന്നയാൾ നിൽക്കുന്നുണ്ട്. ടാലന്റ് എന്നത് പണം കൊടുത്ത് വാങ്ങുന്നതല്ല, അത് കഠിനാധ്വാനത്തിലൂടെയും വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യത്തിലൂടെയും നേടിയെടുക്കുന്നതാണ്. 46-ൽ നിന്നും 50-ലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഒന്ന് പതിയെ ആയത്. അത് കഴിഞ്ഞു കണ്ടത് സഞ്ജുവിന്റെ സംഹാര താണ്ഡവമായിരുന്നു. ഒരു ഘട്ടത്തിൽ 170 എത്താൻ പ്രയാസപ്പെടുമെന്ന് കരുതിയ ടീം സ്കോറിനെ ഒറ്റയ്ക്ക് തോളിലേറ്റി 200 കടത്തിയത് സഞ്ജുവിന്റെ ആ പോരാട്ട വീര്യമാണ്. മറുതലകൾ വിക്കറ്റുകൾ വീഴുമ്പോഴും തളരാത്ത പോരാട്ട വീര്യവുമായി അയാൾ പോരാടിക്കൊണ്ടേയിരുന്നു. ജയപരാജയങ്ങൾ എന്തുതന്നെയായാലും ടീമിന് വേണ്ടത് കൃത്യസമയത്ത് നൽകി സഞ്ജു തന്റെ ദൗത്യം പൂർത്തിയാക്കുകയായിരുന്നു. ആധുനിക ക്രിക്കറ്റിൽ അവസാന ഓവറുകളിൽ ബാറ്റ് ചെയ്യാൻ ഒരു ബൗളർ എത്തുമ്പോൾ നാം സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയുണ്ട്. സ്ട്രൈക്കിൽ നിൽക്കുന്ന പ്രമുഖ ബാറ്റർ തന്റെ യാതൊരു ചോദ്യാവകാശവും നൽകാതെ, പലപ്പോഴും നോട്ടം കൊണ്ടുപോലും പരിഗണിക്കാതെ സിംഗിളുകൾ നിഷേധിക്കും. താനാണ് വലിയ ബാറ്റർ എന്ന ചിന്തയിലോ അല്ലെങ്കിൽ സ്ട്രൈക്ക് നിലനിർത്തുക എന്നത് തൻ്റെ മാത്രം അവകാശമാണെന്ന മട്ടിലോ ആകും അവർ പെരുമാറുക. ഒപ്പമുള്ളത് ഒരു ബൗളറാണെങ്കിൽ ചോദിക്കുക പോലും ചെയ്യാതെ സിംഗിൾ എടുക്കാതിരിക്കുന്നത് ഇന്നത്തെ ക്രിക്കറ്റിൽ ഒരു സ്വാഭാവിക കാര്യമായി മാറിയിട്ടുണ്ട്. എന്നാൽ ഇവിടെയാണ് സഞ്ജു സാംസൺ എന്ന നായകന്റെയും മനുഷ്യന്റെയും പെരുമാറ്റ ഗുണം. 20-ാം ഓവറിന് തൊട്ടു മുമ്പ് തനിക്കൊപ്പം ബാറ്റ് ചെയ്യുന്ന അഖിലിനോട് സഞ്ജു കാണിച്ച സമീപനം ക്രിക്കറ്റ് ലോകത്തെ തന്നെ വലിയൊരു മാതൃകയാണ്. ഒരു സീനിയർ താരമോ വലിയ ബാറ്ററോ എന്ന നിലയിൽ സഞ്ജുവിന് വേണമെങ്കിൽ ഒന്നും ചോദിക്കാതെ തന്നെ സിംഗിളുകൾ വേണ്ടെന്ന് വെക്കാമായിരുന്നു. അഖിൽ അത് ചോദ്യം ചെയ്യുകയുമില്ല. എന്നാൽ യാതൊരു ഈഗോവുമില്ലാതെ ഒരു അധികാരവും പ്രയോഗിക്കാതെ അദ്ദേഹം അഖിലിനോട് ഒരു കാര്യം ചോദിച്ചു. ആ ഓവറിലെ 6 പന്തുകളും നേരിടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ടീമിനായി പരമാവധി റൺസ് കണ്ടെത്താനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് വളരെ ലളിതമായി സഞ്ജു അഖിലിനോട് പറയുന്നുണ്ട്. ആ തീരുമാനത്തിന് അവൻ പൂർണ്ണ സമ്മതം ചോദിച്ച് വാങ്ങുകയായിരുന്നു. തന്നേക്കാൾ ചെറിയ താരമാണെങ്കിലും ഒരു ബൗളറാണെങ്കിലും ആ നിമിഷത്തിൽ ക്രീസിലുള്ള തൻ്റെ പങ്കാളിക്ക് നൽകേണ്ട പരമാവധി ബഹുമാനം സഞ്ജു നൽകി. അവനുള്ള അവകാശത്തെ പൂർണ്ണമായി മാനിച്ച് കേവലം ഒരു തീരുമാനമായി അത് അടിച്ചേൽപ്പിക്കുകയല്ല, മറിച്ച് തുല്യമായ ഒരു സുഹൃത്തിനോട് സഞ്ജു അവിടെ പെരുമാറുകയായിരുന്നു.